Rambo VOLGS സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ HID പ്രൊജക്ടർ ഇൻസ്റ്റാളേഷൻ ആണ്. ഈ ഒരു എല്ലാ ബൈക്സിലും ഇത് ഇൻസ്റ്റാളേഷൻ ചെയ്യാം. നമ്മൾ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പം അല്ലെങ്കിൽ കുറച്ച് ഓഫ് റോഡ് കണ്ടീഷൻസ്, നൈറ്റ് ഡ്രൈവ് കൂടുതലുള്ളവർക്കൊക്കെ ഈ ബൾബ് ഇൻസ്റ്റാൾ ചെയ്യാം. കുറച്ച് അധികം നല്ല പ്രകാശം നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇൻസ്റ്റാളേഷനിലോട്ട് പോകാം. നമ്മൾ ആദ്യം ഹെഡ്ലൈറ്റിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കവളാണ് ഇളക്കുന്നത്. കവള ഇളക്കിയതിന് ശേഷം നമ്മുടെ FC ബൈക്കിൽ വരുന്നത് 3 ബോൾട്ട്സ് ആണ്. ലെഫ്റ്റും റൈറ്റും ഓരോ ബോൾട്ടും, പിന്നെ താഴെ ഒരു സിംഗിൾ ബോൾട്ടുമാണ് വരുന്നത്. അത് രണ്ടും ഇളക്കണം. ബാക്കി ബൈക്സിൽ ചിലപ്പോൾ ഒരു 4 ബോൾട്ട് വരും. ഇതേപോലത്തെ 4 ബോൾട്ടാണ് ഹെഡ്ലൈറ്റ് യൂണിറ്റ് മൊത്തത്തിൽ പിടിച്ചു നിർത്തുന്നത്. അത് 4 ഇളക്കണം. നെക്സ്റ്റ് നമ്മൾ ബൾബിൻ്റെ കണക്ഷനും ബൾബും ഇളക്കിയെടുക്കണം. ബൾബ് ഇളക്കിയെടുക്കുന്ന ഒരു ലോക്ക് മെക്കാനിസമാണ്. അത് ഇളക്കിയെടുത്തിട്ട് നമ്മുടെ ബൾബ് ഇളക്കിയെടുക്കണം. പിന്നെ ഹെഡ്ലൈറ്റിന് ചുറ്റും വരുന്ന ലോക്സ് ആണ് വരുന്നത് FCയിൽ. ആ ലോക്സ് എത്ര ഇളക്കണം എന്നാലേ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ മെയിൻ പോർഷൻ ഊരിയെടുക്കാൻ പറ്റുമോ. അപ്പോൾ ആ ലോക്സ് ഒരു 5-6 വരുന്നുണ്ട്. അത് മൊത്തം ഊരിയെടുക്കണം. അത് കഴിഞ്ഞ് ഹെഡ്ലൈറ്റാണ് ഊരിയെടുക്കുന്നത്. ഹെഡ്ലൈറ്റ് ഒറ്റ സിംഗിൾ പീസായിട്ടാണ് ഇരിക്കുന്നത്. അതൊരു ഗമ്മ് വെച്ച് ഫുള്ളായിട്ട് ഒട്ടിച്ച് വെച്ചേക്കാണ്. ഹെഡ്ലൈറ്റിലൊരു 4-6 ലോക്ക് വരുന്നുണ്ട്. അത് ആ ലോക്ക് മാത്രം ഇളക്കിയാൽ പോരാ, അതിൻ്റെ ഗമ്മ് മൊത്തത്തിൽ വിട്ട് വരണം. ഗമ്മ് വിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഹീറ്റ് ചെയ്താണ് എടുക്കുന്നത്. ഹീറ്റ് ചെയ്യാൻ നമ്മൾ തൽക്കാലം ഹെയർ ഡ്രയർ ആണ് യൂസ് ചെയ്തത്. അപ്പോൾ ഹെയർ ഡ്രയർ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഹീറ്റിംഗ് കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ നേരെ അടുത്തൊരു പ്രത്യേക പരിപാടിയിലോട്ട് പോയാണ്. ഇത് അനുകരിക്കാൻ ശ്രമിക്കില്ല. എന്തായാലും നിങ്ങൾ നോക്കുക. ഇതല്ലെങ്കിൽ ഡയറക്റ്റ് ഹീറ്റിംഗ് സിസ്റ്റം വെച്ചിട്ട് അതിനെ ഹീറ്റ് ചെയ്ത് ഇളക്കാൻ നോക്കുക. സ്റ്റിക്കറൊക്കെ ചെയ്യുന്ന കടയിൽ വരുന്ന ഗണ്ണാണ്, ഹീറ്റിംഗ് ഗണ്ണാണ് യൂസ് ചെയ്യേണ്ടത്. അതില്ലാത്തതുകൊണ്ടാണ് നമ്മൾ തൽക്കാലം ഇങ്ങനെ ബേൺ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഗമ്മ് മൊത്തത്തിൽ റിമൂവ് ചെയ്യാതെ നോക്കണം. ഗമ്മ് കുറച്ച് അതിൽ ഇരിക്കുന്ന രീതിയിൽ തന്നെ വെച്ചേക്കണം. അല്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസം അത് തിരിച്ച് ഹീറ്റ് ചെയ്ത് ഒട്ടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റ് ഇളക്കി കഴിയും. ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറയുമ്പം നമ്മുടെ സീറ്റ് ഇളക്കുന്നതാണ്. സീറ്റ് ഇളക്കുക, പിന്നെ സൈഡ് പാനൽ, ബാറ്ററി സൈഡുള്ള പാനലും ഇളക്കിയെടുക്കുക. ഇത് രണ്ടും ചെയ്തതിന് ശേഷമാണ് നമുക്ക് ബാക്കി വയറിങ് കാര്യങ്ങളിലോട്ട് പോകാം. ഇത് നമ്മുടെ HID ബൾബ് ഇൻസ്റ്റാളേഷനാണ്. ഇതാണ് നമ്മുടെ ലെൻസ് യൂണിറ്റ് വരുന്നത്. ലെൻസ് യൂണിറ്റ് അകത്ത് സ്ക്രാച്ച് ആവാത്ത രീതിയിൽ വയ്ക്കുക. അതിൻ്റെ പുറത്തൊരു റബ്ബർ പീസ് വരുന്നുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ ലെൻസ് യൂണിറ്റ് വൈബ്രേഷനൊക്കെ ഒഴിവാകും. അതിനുശേഷം ലെൻസ് യൂണിറ്റ് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോൾട്ട് പോലത്തെ ഒരു സംഭവം വരുന്നുണ്ട്. അത് വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്ത് ഫിക്സ് ചെയ്യണം. HID ബൾബും സെപ്പറേറ്റാണ് വരുന്നത്. അത് ക്രാക്ക് ആവാതെ ഇതിനകത്തോട്ട്, നമ്മുടെ ലെൻസിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് അതും ഒരു ലോക്ക് മെക്കാനിസം വരുന്നുണ്ട്. അത് സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്ത് ഫിക്സ് ചെയ്യണം. നമ്മുടെ HIDയിലെ ഏഞ്ചൽ റിങ്സ് എടുക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ ചിലപ്പം ചില ഹെഡ് യൂണിറ്റ്സിൽ നമുക്ക് ചെറുതായിട്ടൊരു ഓപ്പണിംഗ് ഉണ്ടാക്കേണ്ടി വരും. FCയിൽ ഓൾറെഡി ഒരു ഓപ്പണിംഗ് ഉള്ളതുകൊണ്ട് നമ്മൾ അതുവഴിയാണ് എടുത്തത്. അതിനുശേഷം നമ്മുടെ ഹെഡ്ലൈറ്റ് അസംബ്ലി തിരിച്ച് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഇന്നലെ ചെയ്ത പോലെ തന്നെ ഹെഡ്ലൈറ്റ് തിരിച്ച് റീഹീറ്റ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ഫിക്സ് ചെയ്യാതെ മതി. ഇന്നലത്തെ പോലെ കത്തിക്കുന്ന ആ രീതിയിലൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് ഹീറ്റ് ചെയ്തിട്ട് പുഷ് ചെയ്ത് എടുത്താൽ മതി. അത്രയും മതി. ഹെഡ്ലൈറ്റ് തിരിച്ച് കയറിക്കോളും. അതിന് കൂടെ തിരിച്ച് ഈ ലോക്സ് എല്ലാം നമ്മൾ തിരിച്ച് എടുത്ത് അതേപോലെ തിരിച്ച് ഫിക്സ് ചെയ്യണം. ആ ലോക്ക് മെക്കാനിസം ഉണ്ടെങ്കിലേ ഹെഡ്ലൈറ്റ് മൂവ്മെൻറ്റ് ഇല്ലാതെ ഇരിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ ലോക്സും തിരിച്ച് അതേപോലെ തന്നെ ഫിക്സ് ചെയ്യാൻ നോക്കണം. അതിനുശേഷം നമ്മൾ തിരിച്ച് ഹെഡ്ലൈറ്റ് നമ്മൾ വാട്ടർ പ്രൂഫിംഗ് പോലെ ചെയ്യുന്നത് ഒരു ടേപ്പ് വെച്ചിട്ടാണ്, ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റബ്ബർ ബോട്ട് തിരിച്ച് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് ഫുള്ള് കവർ ചെയ്തെടുക്കണം. HID പവർ യൂണിറ്റ് ഇതാണ് നമ്മുടെ ലൈറ്റിലോട്ട് പോകുന്ന യൂണിറ്റ്. ഇത് നമ്മൾ ബാറ്ററിയിലെ പോസിറ്റീവിൽ കൊടുക്കുക. അതിലൂടെ തന്നെ ഒരു 10 ആമ്പിൻ്റെ ഫീസ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ റിലേ യൂണിറ്റ്. ഇതിലാണ് ബ്രൈറ്റിൻ്റെ ഇപ്പം കൺട്രോൾ ആവുന്നത്. ഇത് നമ്മുടെ ലൈറ്റിലോട്ട് കൊടുക്കണം. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പഴയ ലൈറ്റിൻ്റെ സോക്കറ്റിലോട്ട് ഇത് കണക്ട് ചെയ്യണം. ഇതിൽ നമ്മൾ
ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് വയർ. ഇതാണ് നമ്മൾ ഏതെങ്കിലും മെറ്റൽ പാർട്ടിലോട്ട് ടൈറ്റ് ചെയ്യണം. ഇത് വന്നിട്ടാണ് നമ്മുടെ ഏഞ്ചൽ ഐസിൻ്റെ യൂണിറ്റ് വരുന്നത്. ഇത് നമ്മളെ പാർക്ക് ലൈറ്റിലോട്ടുള്ള സോഴ്സിലോട്ട് കണക്ട് ചെയ്യണം. പിന്നെ ഇതിൽ വന്നിട്ടാണ് നമ്മുടെ HID യൂണിറ്റിൻ്റെ കണക്ഷൻസ് കണക്ട് ആവുന്നത്. പിന്നെ ഇത് നമ്മൾ നേരത്തെ കാണിച്ച ഏഞ്ചൽ ഐസിൻ്റെ യൂണിറ്റ് ആദ്യം കാണിച്ച യൂണിറ്റിലോട്ട് കണക്ട് ചെയ്യാനുള്ളൂ. നമ്മളടുത്ത് ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ അതിൽ എന്തായാലും ബാറ്ററിയുടെ പോസിറ്റീവിൽ അതൊരു ലീഡ് കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ ഈ പൂരി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇൻസ്റ്റാളേഷനിലോട്ട് പോകാം. നമ്മൾ നേരത്തെ കാണിച്ച റെഡ് വയർ, അതായത് നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവിലോട്ട് കണക്ട് ചെയ്യുന്ന വയർ എഞ്ചിൻ്റെ മുകളിൽ, അതായത് എഞ്ചിൻ്റെ തട്ടലിൽ എഞ്ചിൻ്റെ മുകളിലും ടാങ്കിൻ്റെ അടിയിൽ കൂടിയായിട്ട് എടുക്കുക. എന്നിട്ട് അത് ബാറ്ററിയുടെ പോസിറ്റീവിലോട്ട് കണക്ട് ചെയ്യുക. HID പ്രൊജക്ടറിൻ്റെ മെയിൻ വയർ അതിനുശേഷം നമ്മൾ കണക്ട് ചെയ്യുക. അത് ലോക്ക് മെക്കാനിസമാണ്, റെഡ് ബ്ലാക്ക് ആയിട്ട് ലോക്ക് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം HIDയുടെ യൂണിറ്റ് എവിടെയെങ്കിലും തട്ടാത്ത രീതിയിൽ നമ്മൾ ഫിക്സ് ചെയ്ത് വയ്ക്കുക. HIDയുടെ യൂണിറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ HIDയുടെ നെഗറ്റീവ് ലീഡ് ഏതെങ്കിലും ഒരു ബെയർ മെറ്റൽ പോയിന്റിൽ നമ്മൾ അത് ഫിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ഏഞ്ചൽ ഐസിൻ്റെ ഇതാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അത് നമ്മുടെ പാർക്ക് ലൈറ്റിൻ്റെ ഇതിലോട്ട് കണക്ട് ചെയ്താൽ മതി. ഈ ബാക്കി യൂണിറ്റ്സ് എല്ലാം എവിടെയെങ്കിലും തട്ടാത്ത രീതി തമ്മി തട്ടാത്തതും പിന്നെ വാട്ടർ പ്രൂഫിങ് പോലെ നമ്മൾ എന്തെങ്കിലും ഇൻസുലേഷൻ ടൈപ്പ് വെച്ച് ഇങ്ങനെ ഫുള്ള് ഫിക്സ് ചെയ്തിട്ട് എവിടെയെങ്കിലും പ്ലേസ് ചെയ്യുക. HID യൂണിറ്റിൻ്റെ ലൈറ്റും പിന്നെ നമ്മുടെ ഹെഡ് ലൈറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 റൗണ്ട് ഷേപ്പിലുള്ള യൂണിറ്റ്സാണ് വരുന്നത്. അത് നമ്മൾ കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ലൈറ്റ് അതിനകത്തോട്ട് ഫിക്സ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് വെച്ച് നോക്കുക. ആ ബാക്കിൽ ഇതൊന്നും തട്ടാതെ നോക്കുക മാക്സിമം. അതിനുശേഷം ഗ്യാപ്പ് കറക്റ്റ് പ്ലേസ് ചെയ്ത് ഫിക്സ് ചെയ്യാൻ നോക്കുക. ആദ്യം നമ്മൾ റൈറ്റ് സൈഡ് ബോൾട്ടും പിന്നെ റൈറ്റ് സൈഡ് തന്നെ താഴത്തെ ബോൾട്ടും ഫിക്സ് ചെയ്യുകയാണ്. ഹെഡ്ലൈറ്റ് നമ്മൾ ഇളക്കിയ പോലെ തന്നെ തിരിച്ച് റീഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ആദ്യം 3 ബോൾസ് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം 2 പാനൽ ടൈറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫുള്ള് റീസെറ്റ് ചെയ്യണം. നമ്മൾ ബാറ്ററി എല്ലാം ഫിക്സ് ആയെന്ന് ഉറപ്പാക്കുക. അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ലൈറ്റ് വർക്കാവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ബാക്കിയെല്ലാം തിരിച്ച് ഫിറ്റ് ചെയ്യാൻ. നമ്മുടെ സൈഡ് പാനൽ കവറും നമ്മുടെ സീറ്റ്സ് രണ്ടും തിരിച്ച് ഫിക്സ് ചെയ്യുക. അപ്പം HID പ്രൊജക്ടർ ഇൻസ്റ്റലേഷന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ നമ്മളെ HID പ്രൊജക്ടർ സെറ്റിങ് 2 ദിവസം കൊണ്ടാണെങ്കിൽ നമ്മൾ തീർത്തു. ശനിയാഴ്ച വൈകുന്നേരം തുടങ്ങിയിട്ട് ഞായറാഴ്ചയാണ് നമ്മൾ പരിപാടി തീർത്തത്. ഒരു ദിവസം ഫുള്ളെടുത്തു. അതിൽ കുറച്ച് പാടായി നമുക്ക് ഈ ഹെഡ്ലൈറ്റ് ഇളക്കാനുള്ള ഒരു പാട് വന്നു. നമ്മുടെ ഹീറ്റർ ഗണ്ണുണ്ട്, പക്ഷെ അത് അത്ര പോരാ. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് കത്തിക്കുകയൊക്കെ ചെയ്തു. പിന്നെ തിരിച്ച് റീസെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്തു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. HID ഒക്കെ ഫുള്ള് ഫങ്ഷനിങ് ആണ്. പ്രൊജക്ടർ യൂണിറ്റൊക്കെ ഇതൊരു പഴയ പ്രൊജക്ടർ യൂണിറ്റാണ് നമ്മൾ യൂസ് ചെയ്തത്. ഓൾമോസ്റ്റ് ഒരു 3-4 വർഷം. ഒറിജിനൽ സാധനം നമ്മൾ പണ്ട് ബാംഗ്ലൂരിൽ നിന്ന് പോയി എടുത്തതാണ്. ഇതിൻ്റെ തന്നെ ഇപ്പോൾ LED വെർഷൻസ് ഒക്കെ കിട്ടാണ്. പക്ഷേ ഇതിൽ നമ്മൾ കറക്റ്റ് HID ബൾബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാലജൻ ബൾബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.